സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം. കൊച്ചിയിൽ നിന്ന് കെബിൻ കെന്നഡിയും കോഴിക്കോട് നിന്ന് ദിൽഷ തിലകനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേട്ടാ, കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് വില കൂട്ടിയിരിക്കുകയാണ്. അതങ്ങനെ നടുപിടിക്കുമോ? പിന്നെ നടുപിടിക്കൂല. പിന്നെ പാവപ്പെട്ടങ്ങളുടെ നടുപിടിക്കൂലേ? എല്ലാം കൊണ്ടും നട്ടോലെ വന്നത് ജനങ്ങളെ കൊല്ലാൻ, അല്ലാണ്ട് അവർക്ക് നന്നാവാനല്ല. കുറേ കോടികൾ ഇങ്ങനെ ഇപ്പം തന്നെ എത്ര കോടി കുടിശ്ശിക നഷ്ടമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മാസത്തെ ബില്ല് കൊണ്ടുവന്നിട്ട് അതിൻ്റെ താരിഫ് മാറ്റിയിട്ട് കൂടുതൽ കാശല്ല അവർ മേടിക്കണത്. ഓരോ മാസത്തിലാക്കാത്ത എന്താണ് അവർ? ഓരോ മാസത്തിലാക്കുമ്പോൾ കാശ് കുറഞ്ഞ് കിട്ടൂലേ? എന്നിട്ട് വേണമെങ്കിൽ 10 പൈസ കൂട്ടിക്കോട്ടെ, അപ്പോഴും നമുക്ക് ശരിയാക്കാമല്ല. ഇതിപ്പോൾ 2 മാസത്തിന് റേറ്റ് കൂട്ടുകയും ചെയ്ത് പിന്നെയും കാശ് കൂട്ടിയാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഈ നക്കാപ്പിച്ച കാശ് കിട്ടാൻ നമ്മളെന്ത് ചെയ്യും? നടുപടിക്കുന്നല്ല, ഈ സർക്കാർ തികഞ്ഞ പരാജയമാണ്. KCB, വാട്ടർ അതോറിറ്റി ഒക്കെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുണ്ട്. വഞ്ചനയാണ്. മാത്രമല്ല കേരളത്തിൽ CSML തീരെ എഴുതി കൊടുത്തേക്കാണ്. ഒരു പ്രതിഷേധവും ഒന്നുമില്ല. കൊള്ളയടി, കിടക്കാൻ കീറപ്പായില്ലാത്തവനിക്ക് ഇന്ന് വളരെ മോശമായ അവസ്ഥയാണിത്. തൊഴിലില്ലായ്മ, ഓടകൾ വൃത്തിയാക്കൽ, ഇതൊക്കെ ശോചനീയ അവസ്ഥയാണ്. പിണറായി സർക്കാരിൻ്റെ ഈ മോശമായ നടപടി ഒരു കാലത്തും വെച്ചുറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇനി ഒരു ഭരണത്തിൽ അവർ വരില്ല, ഉറപ്പായില്ല. സാധാരണ ജനങ്ങൾ വലിയ ദുരിതമനുഭവിക്കുകയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തികച്ച അവഗണനയാണ് ഈ ഗവൺമെൻറ്. നിരന്തരമായി വൈദ്യുതി വർധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. അടിസ്ഥാനപരമായ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടലിൽ നിന്ന് മാറി എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഗവൺമെൻറ്റിനുള്ളത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ണടക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. തീർച്ചയായിട്ടും എന്തായാലും ഓടി. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാശ് കൂട്ടിയിട്ടില്ല, വെള്ളത്തിൻ്റെ കാശ് കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കാശ് കൂട്ടിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് അതിനുള്ള വരുമാനം കിട്ടണില്ലല്ലോ. സാധാരണക്കാരനെ അന്നന്ന് ജീവിക്കുന്നവരാണ് കൂടുതലും. ബിസിനസ്സുകാരൊന്നും അല്ലല്ലോ സാധാരണക്കാർ. ഇലക്ട്രിസിറ്റിക്ക് ഉൾപ്പെടെ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന. വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള നമ്മുടെ വെള്ളത്തിൻ്റെ കരമ്പലും കൂട്ടിയേക്കനാണ്. അതിന് വളരെ പ്രതിഷേധാർഹമാണ് കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും. ശക്തമായ പ്രതിഷേധം തന്നെ ഉരുത്തിരിയണം, എങ്കിലാണ് അതിന് സർക്കാർ ഒരു നടപടി എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ധാരണ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, അനുഭവിച്ചേ പറ്റൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്, നമ്മൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ ഒരു റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടല്ലേ, ഇപ്പോൾ അവർ താരിഫ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയണത്. നടപടിക്കുകയൊക്കെ ചെയ്യും, എന്തായാലും ചിലവ് കൂടുക തന്നെ ചെയ്യും, സംശയമില്ല. സർക്കാർ ഇതിൽ പുതിയൊരു നയം രൂപീകരിക്കണമെന്നാണോ? മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടി പരിശോധിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതല്ല അതിൻ്റെ ഒരു ശരി. പല സംസ്ഥാനങ്ങളിലും ഇത് വ്യത്യസ്ത രീതിയിൽ താരിഫ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാറ്റം വരട്ടെ. കുടുംബ ബഡ്ജറ്റൊക്കെ താറുമാറാവും. പിന്നെ ഓരോ ദിവസം ഓരോ ബില്ലിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കറണ്ട് ബില്ല് കൂടിയത് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അതുകൊണ്ട് കുറയ്ക്കണം തന്നെ പറയാനുള്ളത്. ഇപ്പം നിലവിലുള്ള ചാർജ് തന്നെ നമ്മളെ കൊല്ലുന്ന ചാർജാണ്. മീറ്റർ ചാർജ് എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് ഇത്. പിന്നെ ഇത് ഇപ്പോൾ കൂട്ടുകയും കൂടി ചെയ്ത് പോയി. എല്ലാ പച്ചക്കറി എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില കൂടുതലുമാണ്. അതുകൊണ്ട് ഇത് മനുഷ്യനെ എന്താ കൊല്ലുന്ന കൂട്ടലാണ് കൂട്ടിയേക്കുന്നത്, ഏകപക്ഷീയമായിട്ട്. കെടുകാര്യസ്ഥതയാണ് ഇത് ചാർജ് കൂട്ടാൻ കാരണമായിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കെടുകാര്യസ്ഥതയാണ്. KSRTCയുടെ ഗതികേട് വരും ഇതേപോലെ പോയാൽ. കറണ്ട് ബില്ല് കൂട്ടിയത് നമ്മൾ പാവങ്ങൾ, നമ്മൾ സാധാരണക്കാർക്ക് താങ്ങാവില്ല. അപ്പുറം വേറെ ഒന്നും പറയാനില്ല. നമ്മൾ അനുഭവിക്കാൻ എന്ത് ചെയ്യാനാ? അടയ്ക്ക് തന്നെ ഒരു തരുന്ന അടയ്ക്ക് തന്നെ ഒരു വലിയൊരു ബില്ലുകൊണ്ട് തരും, അതുകൊണ്ട് അടയ്ക്ക് തന്നെ നമുക്കൊന്നും താങ്ങൂല. നമ്മൾക്ക് ചില്ലറ പാവപ്പെട്ടവരത് അവിടെ ഒന്നും ചില്ലറ പൈസയ്ക്ക് പണിയെടുക്കുക. ഗ്യാസിന് വില കൂടി, കറണ്ടിന് വില കൂടി, എല്ലാത്തിനും വില കൂടി. ഇപ്പോൾ ഞങ്ങൾ പോലെ 12 ആക്കാൻ പോകുന്നത് 10 ആണ്. ഇപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഇരട്ടടി പോലെ KCB വില കൂട്ടി, അത്ര തന്നെ. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ കച്ചവടവും ഇല്ല. അതേപോലെ തന്നെ കറണ്ടിൻ്റെ ഈ യൂണിറ്റിൻ്റെ വർധനവും ഭയങ്കര പ്രതിസന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആളുകൾ അത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം, അതേ പറയാനുള്ളൂ. കൂട്ടട്ടെ, ജനങ്ങളെല്ലാം ഒരിക്കൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുള്ളൂ. ജനങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ലല്ലോ. കൂട്ടിനടുത്തോളം കൂട്ടട്ടെ.